ഗൂഗിൾ കമ്പനി വില്ലോ എന്ന് വിളിക്കുന്ന പുതിയ ക്വാണ്ടം ചിപ്പ് പുറത്തിറക്കി എന്നുള്ള വാർത്ത നിങ്ങൾ കണ്ടു കാണും. ക്വാണ്ടം കമ്പ്യൂട്ടിംഗ് മേഖലയിലെ ഒരു വലിയ വഴിത്തിരിവായിരിക്കും ഈ ചിപ്പ് എന്നാണ് എല്ലാവരും പറയുന്നത്. ഈ പുതിയ ചിപ്പ് പാരലൽ യൂണിവേഴ്സുകളുണ്ട് എന്നുള്ളതിനുള്ള തെളിവാണെന്നും ഒരേ സമയം ഒരുപാട് യൂണിവേഴ്സുകളിൽ ഒന്നിച്ച് കണക്ക് കൂട്ടാനുള്ള കഴിവുള്ളത് കൊണ്ടാണ് ഈ ഒരു ചിപ്പിന് കാൽക്കുലേഷൻസ് അതിവേഗം ചെയ്യാൻ കഴിയുന്നത് എന്നുവരെ വാർത്തകളുണ്ട്. ഗൂഗിളിന്റെ ഒഫീഷ്യൽ ബ്ലോഗിൽ തന്നെ ഇതുമായി ബന്ധപ്പെട്ട ഒരു സൂചനയുണ്ട്. ഇത് ഒരുപാട് ചർച്ചകൾക്കും ഡിബേറ്റുകൾക്കും കാരണമായി. എന്നാൽ ഈ ചിപ്പിന്റെ ശരിയായ പ്രത്യേകത എന്താണെന്ന് മിക്ക വാർത്തകളിലും പറഞ്ഞു കണ്ടില്ല. എല്ലാവരും പറഞ്ഞിരിക്കുന്നത് ഒരൊറ്റ കാര്യമാണ്: ഈ ചിപ്പ് 5 മിനിറ്റ് കൊണ്ട് പൂർത്തിയാക്കിയ ഒരു ടാസ്ക് ചെയ്യാൻ ഇന്നത്തെ ഏറ്റവും വലിയ സൂപ്പർ കമ്പ്യൂട്ടറിന് 10 സെപ്റ്റീലിയൻ വർഷങ്ങൾ അഥവാ 10⁻25 വർഷങ്ങൾ എടുക്കും എന്നാണ്. അതായത് പ്രപഞ്ചത്തിന്റെ ഇന്നത്തെ ആയുസിനേക്കാൾ പല മടങ്ങ് കൂടുതൽ വർഷങ്ങൾ. പക്ഷേ ഇന്നത്തെ ഏറ്റവും വലിയ സൂപ്പർ കമ്പ്യൂട്ടറിന് ഇത്രയും വർഷങ്ങൾ എടുക്കുന്ന ആ ടാസ്ക് എന്തായിരിക്കും എന്നൊരു ചോദ്യമുണ്ട്. അത് ഒരു റിയൽ ടാസ്ക് തന്നെയാണോ? മാത്രമല്ല, ഗൂഗിൾ എന്ത് തരം ആവശ്യങ്ങൾക്കായിരിക്കും ഈ വില്ലോ എന്ന ചിപ്പ് ഉപയോഗിക്കാൻ പോകുന്നത് എന്ന കാര്യത്തിലും വ്യക്തത കുറവുണ്ട്. ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ്, ഫൈനാൻഷ്യൽ മോഡലിംഗ്, സപ്ലൈ ചെയിൻ ലോജിസ്റ്റിക്സ്, പുതിയ മരുന്നുകളും രാസവസ്തുക്കളും കണ്ടുപിടിക്കുക എന്നീ മേഖലകളിലായിരിക്കും ഈ ചിപ്പ് ഉപയോഗിക്കുക എന്നാണ് പറയപ്പെടുന്നത്. പക്ഷേ അത്തരം ഒരാവശ്യത്തിനും ഈ വില്ലോ എന്ന ചിപ്പ് ഉപയോഗിക്കാനേ പോകുന്നില്ല എന്നതാണ് യാഥാർത്ഥ്യം. ഈ ചിപ്പ് ഒരു കമേഴ്ഷ്യൽ പ്രോഡക്റ്റ് അല്ല. മാത്രമല്ല, ഈ ചിപ്പിന്റെ ഈ അതിശയിപ്പിക്കുന്ന വേഗത ഉപയോഗിച്ച് നമ്മുടെ കമ്പ്യൂട്ടറുകളുടെയോ മൊബൈൽ ഫോണിൻ്റെയോ ഇന്റർനെറ്റിൻ്റെയോ ഒന്നും സ്പീഡ് കൂടാൻ പോകുന്നില്ല. ഞാൻ ഇത്രയും പറഞ്ഞത് വില്ലോ എന്ന ചിപ്പിനെ കുറച്ച് കാണിക്കാൻ വേണ്ടിയിട്ടല്ല. ക്വാണ്ടം കമ്പ്യൂട്ടിംഗ് മേഖലയിൽ 30 വർഷമായി എല്ലാവരും കാത്തിരുന്നൊരു ബ്രേക്ക് ത്രൂ ആണ് ഈ ചിപ്പ് എന്നുള്ള കാര്യത്തിൽ ഒരു സംശയവുമില്ല. പക്ഷെ എന്താണ് ഇതിന്റെ പ്രത്യേകത? എന്തൊക്കെയായിരിക്കും ഇതിന്റെ ഉപയോഗങ്ങൾ? ഈ ചിപ്പും പാരലൽ യൂണിവേഴ്സുമായിട്ട് ബന്ധമുണ്ടോ എന്നുള്ള കാര്യങ്ങളിൽ ഒരു വ്യക്തത വരേണ്ട ആവശ്യമുണ്ട്. ഇത്തരം കാര്യങ്ങളാണ് നമ്മൾ ഈ വീഡിയോ വഴി കാണാൻ പോകുന്നത്. ഹായ് ഫ്രണ്ട്സ്, സയൻസ് ഫോർ മാസിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. വില്ലോ എന്ന ചിപ്പിനെ കുറിച്ച് പറയുന്നതിന് മുമ്പ് ആദ്യം എന്താണ് ക്വാണ്ടം കമ്പ്യൂട്ടിംഗ് എന്ന് അറിഞ്ഞിരിക്കേണ്ടതുണ്ട്. ഈ വിഷയത്തെക്കുറിച്ച് ഡീറ്റെയിൽഡ് ആയിട്ടുള്ള ഒരു വീഡിയോ മുമ്പ് ചെയ്തിട്ടുള്ളത് കൊണ്ട് വളരെ ബ്രീഫായിട്ട് മാത്രമേ ഇവിടെ പറയുന്നുള്ളൂ. ആ വീഡിയോ കണ്ടിട്ടുള്ളവർക്ക് ഈ ഭാഗം സ്കിപ്പ് ചെയ്യാം. ക്വാണ്ടം കമ്പ്യൂട്ടർ എന്ന് കേൾക്കുമ്പോൾ സാധാരണ കമ്പ്യൂട്ടറുകളെക്കാൾ കുറെ കൂടി അഡ്വാൻസ്ഡ് ആയ ഒരു കമ്പ്യൂട്ടർ എന്നാണ് നമ്മളൊക്കെ ആദ്യം ചിന്തിക്കുക. എന്നാൽ അത്ര സിമ്പിൾ അല്ല കാര്യങ്ങൾ. ക്വാണ്ടം കമ്പ്യൂട്ടർ എന്നത് തികച്ചും വേറെ ടെക്നോളജിയാണ്. അത് പ്രവർത്തിക്കുന്നത് വേറെ രീതിയിലാണ്. സാധാരണ കമ്പ്യൂട്ടറുകൾ പ്രവർത്തിക്കുന്നത് ബൈനറി സിസ്റ്റം ഉപയോഗിച്ചാണ്. അതായത് അവയ്ക്ക് 0, 1 എന്നിങ്ങനെ 2 അക്കങ്ങൾ മാത്രമേ ഉള്ളൂ. ഒരു ബൾബിന്റെ ഓണും ഓഫും അവസ്ഥയ്ക്ക് സമാനമാണ് 0, 1 എന്നീ 2 അക്കങ്ങൾ. ഈ 2 അക്കങ്ങൾ ഉപയോഗിച്ചാണ് ഇന്നത്തെ കമ്പ്യൂട്ടറുകൾ ബാക്കിയുള്ള എല്ലാ നമ്പറുകളും ആൽഫബറ്റുകളും നിറങ്ങളും ചിത്രങ്ങളും ഒക്കെ ഉണ്ടാക്കുന്നത്. അതെങ്ങനെയാണെന്ന് വളരെ സിമ്പിളായിട്ട് മുന്നത്തൊരു വീഡിയോയിൽ നമ്മൾ കണ്ടിരുന്നു. ബൈനറി സിസ്റ്റത്തിലെ ഒരു ഡിജിറ്റിനെ അഥവാ ഒരു അക്കത്തിനെ ഒരു ബിറ്റ് എന്നാണ് വിളിക്കുക. ഇന്ന് ഇതിനെ ക്ലാസിക്കൽ ബിറ്റ് എന്നും വിളിക്കുന്നുണ്ട്. അതായത് ഈ കാണിച്ചിരിക്കുന്നത് ഒരു ബിറ്റാണ്. ഇതിന് ഒന്നുകിൽ 0 ആവാം അല്ലെങ്കിൽ 1 ആവാം. ഈ 2 ഓപ്ഷൻസ് ആണുള്ളത്. ഈ കാണിച്ചിരിക്കുന്നത് 2 ബിറ്റാണ്. നമ്മുടെ കയ്യിൽ 2 ബിറ്റ് ഉണ്ടെങ്കിൽ അവയെ 00, 01, 10, 11 എന്നിങ്ങനെ 4 വ്യത്യസ്ത രീതിയിൽ അറേഞ്ച് ചെയ്യാൻ കഴിയും. പക്ഷേ ഈ 4 അവസ്ഥകളിൽ ഏതെങ്കിലും ഒരു അവസ്ഥയെ ഒരു സമയം റെപ്രസെന്റ് ചെയ്യാൻ കഴിയും. ഇനി ക്വാണ്ടം കമ്പ്യൂട്ടറുകളുടെ കാര്യം എടുക്കുകയാണെങ്കിൽ അവ ഉപയോഗിക്കുന്നത് ക്വാണ്ടം ബിറ്റുകളാണ്. ഷോർട്ടായിട്ട് ക്യൂബിറ്റ്സ് എന്ന് വിളിക്കും. ഇലക്ട്രോണിന്റെ സ്പിൻ എന്ന പ്രോപ്പർട്ടിയോ ഫോട്ടോണിന്റെ പോളറൈസേഷൻ എന്ന പ്രോപ്പർട്ടിയോ ആണ് സാധാരണ ഒരു ക്യൂബിറ്റ് ആയിട്ട് ഉപയോഗിക്കുന്നത്. അതായത് ഇലക്ട്രോൺ ഇടത്തോട്ട് തിരിയുന്നതിനെ 0 ആയും വലത്തോട്ട് തിരിയുന്നതിനെ 1 ആയും കണക്കാക്കും എന്ന് വിചാരിക്കുക. എന്നാൽ ഇലക്ട്രോണുകൾക്ക് ഒരേ സമയം ഇടത്തോട്ടും വലത്തോട്ടും കറങ്ങുന്നതിൻ്റെ കോമ്പിനേഷൻ അവസ്ഥ എന്നൊരവസ്ഥ കൂടി ഉണ്ട്. അതിനെയാണ് സൂപ്പർ പൊസിഷൻ എന്ന് വിളിക്കുന്നത്. അതുപോലെ തന്നെ ക്വാണ്ടം ബിറ്റുകൾക്ക് 0, 1 എന്നീ 2 അവസ്ഥകൾ കൂടാതെ ഈ 2 അവസ്ഥയുടെയും സൂപ്പർ പൊസിഷൻ എന്ന മൂന്നാമത്തെ ഒരു അവസ്ഥ കൂടെ ഉണ്ട്. ഈ ഒരു അഡീഷണൽ അവസ്ഥ കൂടെ ക്വാണ്ടം ബിറ്റ്സിന് എടുക്കാൻ കഴിയുമെന്നുള്ളതാണ് ക്വാണ്ടം കമ്പ്യൂട്ടറുകളുടെ ഏറ്റവും വലിയ പ്രത്യേകത. 2 ക്ലാസിക്കൽ ബിറ്റുകൾക്ക് 00, 01, 10, 11 എന്നീ 4 അവസ്ഥയിൽ ഏതെങ്കിലും ഒരവസ്ഥയെ ഒരു സമയത്ത് ഉൾക്കൊള്ളാൻ കഴിയും. എന്നാൽ ക്വാണ്ടം കമ്പ്യൂട്ടറിൽ
2 ക്യൂബിറ്റുകൾ ഉപയോഗിച്ച് ഈ 4 അവസ്ഥകളുടെയും സൂപ്പർ പൊസിഷൻ ഉണ്ടാക്കാൻ കഴിയും. അതായത് 2 ബിറ്റുകൾ ഉപയോഗിച്ച് ഈ 4 അവസ്ഥയെയും ഒരേ സമയം ഉണ്ടാക്കാൻ കഴിയും. അതുകൊണ്ട് ക്ലാസിക്കൽ ബിറ്റിനെ അപേക്ഷിച്ച് ക്യൂബിറ്റുകൾക്ക് കൂടുതൽ ഇൻഫർമേഷൻ ഉൾക്കൊള്ളാൻ കഴിയും. 8 ക്യൂബിറ്റും 16 ക്യൂബിറ്റും ഒക്കെ അടങ്ങുന്ന സിസ്റ്റം ആണെങ്കിൽ അതിൻ്റെ ഇക്വലൻ്റ് ആയിട്ടുള്ള ക്ലാസിക്കൽ ബിറ്റുകളെ അപേക്ഷിച്ച് ഒരുപാട് ഇരട്ടി ഇൻഫർമേഷൻ ഒരേ സമയം അവയ്ക്ക് ഉൾക്കൊള്ളാൻ കഴിയും. അതുകൊണ്ട് തന്നെ ക്യൂബിറ്റുകൾ ഉപയോഗിച്ച് ഒരേ സമയം ഒരുപാട് കാൽക്കുലേഷൻസ് നടത്താൻ കഴിയും. ഇതാണ് ക്വാണ്ടം കമ്പ്യൂട്ടറുകളുടെ ഏറ്റവും വലിയ അഡ്വാൻറ്റേജ്. പക്ഷേ ഇവിടെ ഒരു കുഴപ്പമുണ്ട്. ഒരുപാട് കാൽക്കുലേഷൻസ് ഒരേ സമയം ചെയ്യാൻ കഴിയുമെങ്കിലും അതിൻ്റെ ഉത്തരമായിട്ട് കിട്ടുന്നതും ഒരുപാട് ഉത്തരങ്ങളുടെ ഒരു സൂപ്പർ പൊസിഷൻ സ്റ്റേറ്റ് തന്നെയായിരിക്കും. അതിൽ നിന്നും നമുക്ക് ആവശ്യമായ ഉത്തരം മാത്രം പുറത്തെടുക്കുക എന്നത് വളരെ ബുദ്ധിമുട്ടുള്ള ഒരു കാര്യമാണ്. ക്വാണ്ടം മെക്കാനിക്സിലെ തന്നെ ഇൻ്റർഫറൻസ് എന്ന പ്രതിഭാസം ഉപയോഗിച്ചാണ് സൂപ്പർ പൊസിഷൻ സ്റ്റേറ്റിലുള്ള ഉത്തരങ്ങളിൽ നിന്നും നമുക്ക് ആവശ്യമുള്ള ഉത്തരം വേർതിരിച്ചെടുക്കുന്നത്. പക്ഷേ അത് എല്ലാ തരം കാൽക്കുലേഷൻസിലും വർക്കാവില്ല. ചില പ്രത്യേക തരം കാൽക്കുലേഷൻസിൽ മാത്രമേ ഇത് വർക്കാവൂ. അതായത് ക്വാണ്ടം കമ്പ്യൂട്ടറുകൾ ഉപയോഗിച്ച് ചില പ്രത്യേക തരം കാൽക്കുലേഷൻസ് മാത്രമേ ചെയ്യാൻ കഴിയൂ. നമ്മുടെ സാധാരണ കമ്പ്യൂട്ടറുകൾ ഉപയോഗിച്ച് ചെയ്യുന്ന എല്ലാ തരം കാൽക്കുലേഷൻസും ക്വാണ്ടം കമ്പ്യൂട്ടറിന് ചെയ്യാൻ കഴിയില്ല. അതുകൊണ്ട് തന്നെ ഒരു ക്വാണ്ടം കമ്പ്യൂട്ടറിൻ്റെ കഴിവുകളെ ഒരു സാധാരണ കമ്പ്യൂട്ടറുമായിട്ട് നേരിട്ട് താരതമ്യം ചെയ്യാൻ സാധ്യമല്ല. ക്വാണ്ടം കമ്പ്യൂട്ടറുകളുടെ കപ്പാസിറ്റി അളക്കാൻ വേണ്ടി ഒരു ബെഞ്ച് മാർക്കായിട്ട് സാധാരണ ഉപയോഗിക്കുന്നത് റാൻഡം സർക്യൂട്ട് സാമ്പിളിംഗ് അഥവാ RCS എന്ന് വിളിക്കുന്ന ഒരു ടാസ്ക്കാണ്. ക്വാണ്ടം കമ്പ്യൂട്ടറുകൾ ഉപയോഗിച്ച് സോൾവ് ചെയ്യാൻ കഴിയുന്ന തരം കാൽക്കുലേഷൻസിൽ പെടുന്ന ഒരു ടാസ്ക്കാണ് ഈ RCS. എന്നാൽ സാധാരണ കമ്പ്യൂട്ടറുകൾക്ക് ഈ ടാസ്ക് സോൾവ് ചെയ്യാൻ വളരെ ബുദ്ധിമുട്ടാണ്. അതുകൊണ്ട് തന്നെ ഈ ടാസ്ക് സോൾവ് ചെയ്യാനുള്ള കപ്പാസിറ്റി വെച്ച് കമ്പയർ ചെയ്താൽ എപ്പോഴും സാധാരണ കമ്പ്യൂട്ടറുകൾ കോടാനുകോടി വർഷങ്ങൾ എടുക്കുന്ന ഒരു പ്രോബ്ലം സോൾവ് ചെയ്യാൻ ക്വാണ്ടം കമ്പ്യൂട്ടറുകൾ 5 മിനിറ്റേ എടുക്കുന്നുള്ളൂ എന്ന് വരും. പക്ഷേ നമ്മൾ മനസ്സിലാക്കേണ്ടത് റാൻഡം സർക്യൂട്ട് സാമ്പിളിംഗ് എന്നത് ഒരു റിയൽ ലൈഫ് ടാസ്കേ അല്ല. അത്തരമൊരു ടാസ്ക് സോൾവ് ചെയ്യേണ്ട ആവശ്യം സാധാരണ കമ്പ്യൂട്ടറുകൾക്ക് ഒരിക്കലും വരാറില്ല. ക്വാണ്ടം കമ്പ്യൂട്ടറുകളുടെ കപ്പാസിറ്റി അളക്കാൻ വേണ്ടി മാത്രം ഉണ്ടാക്കിയിരിക്കുന്ന ഒരു ബെഞ്ച് മാർക്ക് പ്രോബ്ലമാണ് RCS. അതുകൊണ്ട് തന്നെ ഈ ഒരു പ്രോബ്ലം ക്വാണ്ടം കമ്പ്യൂട്ടറുകൾ വേഗം സോൾവ് ചെയ്തു എന്ന് കരുതി സാധാരണ കമ്പ്യൂട്ടറുകൾ ഡെയിലി ചെയ്യുന്ന കാര്യങ്ങളൊന്നും സ്പീഡിൽ ചെയ്യാൻ ക്വാണ്ടം കമ്പ്യൂട്ടറിന് കഴിഞ്ഞോളണമെന്നില്ല. അതായത് നമ്മൾ ഉപയോഗിക്കുന്ന കമ്പ്യൂട്ടറുകളുടെയോ മൊബൈൽ ഫോണിൻ്റെയോ ഇൻ്റർനെറ്റിൻ്റെയോ സ്പീഡ് കൂട്ടാൻ ക്വാണ്ടം ചിപ്പുകൾ ഉപയോഗിച്ച് കഴിയില്ല. RCS എന്നത് ഒരു റിയൽ ലൈഫ് ടാസ്ക് അല്ലെങ്കിൽ പിന്നെ എന്തിനാണ് അതുപയോഗിച്ച് ക്വാണ്ടം കമ്പ്യൂട്ടേഴ്സ് ടെസ്റ്റ് ചെയ്യുന്നത് എന്ന് സ്വാഭാവികമായും തോന്നാം. നമ്മൾ ഭാവിയിൽ ക്വാണ്ടം കമ്പ്യൂട്ടേഴ്സ് ഉപയോഗിക്കാൻ പോകുന്ന ആവശ്യങ്ങൾക്ക് സമാനമായ ഒരു പ്രോബ്ലമാണ് RCS. അതുകൊണ്ട് ക്വാണ്ടം കമ്പ്യൂട്ടറുകളുടെ കപ്പാസിറ്റി അളക്കാൻ നല്ലൊരു ടാസ്ക് തന്നെയാണ് RCS. അതുപയോഗിച്ച് സാധാരണ കമ്പ്യൂട്ടറുകളെ താഴ്ത്തി കാണിക്കുന്നതിൽ അർത്ഥമില്ല എന്നേ ഉള്ളൂ. സാധാരണ കമ്പ്യൂട്ടറുകൾ ചെയ്യുന്ന ജോലികളൊന്നും ക്വാണ്ടം കമ്പ്യൂട്ടറുകൾക്ക് ചെയ്യാൻ കഴിയില്ലെങ്കിൽ പിന്നെ ഭാവിയിൽ എന്ത് തരം ജോലികൾക്കാണ് അവ ഉപയോഗിക്കാൻ പോകുന്നത് എന്നൊരു ചോദ്യമുണ്ട്. അതിലൊരു പ്രധാനപ്പെട്ട ജോലിയാണ് പുതിയ കെമിക്കൽ കോമ്പൗണ്ട്സ് കണ്ടുപിടിക്കുക എന്നുള്ളത്. ഉദാഹരണത്തിന് ഇന്ന് വളരെ വ്യാപകമായി ഉപയോഗിക്കുന്ന ഒരു ബാറ്ററിയാണ് ലിഥിയം അയോൺ ബാറ്ററി. ഇതിലുപയോഗിക്കുന്നത് ലിഥിയം അടങ്ങിയ കോമ്പൗണ്ട്സ് ആണ്. കൂടുതൽ ചാർജ് നിൽക്കുന്നതും വളരെ വേഗത്തിൽ ചാർജ് ചെയ്യാവുന്നതുമായ ഒരു പുതിയ ബാറ്ററി കണ്ടുപിടിക്കണമെന്ന് വിചാരിക്കാം. അതിലുപയോഗിക്കാനായിട്ട് ഒരു പുതിയ രാസവസ്തു കണ്ടുപിടിക്കണം. ഇതിനായി ഒരുപാട് പരീക്ഷണങ്ങൾ ചെയ്തു നോക്കേണ്ടതായിട്ട് വരും. എന്നാൽ ക്വാണ്ടം കമ്പ്യൂട്ടറുകൾ ഉണ്ടെങ്കിൽ പരീക്ഷണം നടത്തി നോക്കാതെ തന്നെ ഓരോ രാസവസ്തുക്കളെ സിമുലേറ്റ് ചെയ്ത് നോക്കാൻ കഴിയും. കാരണം ഓരോ പുതിയ സംയുക്തങ്ങളുടെയും സ്വഭാവം തീരുമാനിക്കുന്നത് അതിലെ ഇലക്ട്രോൺസിൻ്റെ ക്വാണ്ടം അവസ്ഥയാണ്. ഒരു തന്മാത്രയിലെ എല്ലാ ഇലക്ട്രോണിൻ്റെയും കറക്റ്റായിട്ടുള്ള ക്വാണ്ടം എനർജി സ്റ്റേറ്റ് എന്താണെന്നും ആ ഇലക്ട്രോണുകൾ എങ്ങനെ പെരുമാറുമെന്നും ക്വാണ്ടം കമ്പ്യൂട്ടറുകൾ ഉപയോഗിച്ച് കാൽക്കുലേറ്റ് ചെയ്യാൻ കഴിയും. അങ്ങനെ വരുമ്പോൾ ഒരു പുതിയ രാസവസ്തു ഉണ്ടാക്കാതെ തന്നെ അതിൻ്റെ എല്ലാ സ്വഭാവങ്ങളും സിമുലേഷൻ വഴി കണ്ടെത്താൻ കഴിയും. അത് കണ്ടുബോധ്യപ്പെട്ട ശേഷം മാത്രം അത്തരം ഒരു കെമിക്കൽ ശരിക്കും ഉണ്ടാക്കിയാൽ മതി. മാത്രമല്ല ചെറിയ സമയത്തിനുള്ളിൽ തന്നെ ഒരുപാട് കോമ്പിനേഷനുകൾ സിമുലേറ്റ് ചെയ്ത് നോക്കി ഏറ്റവും അനുയോജ്യമായ കെമിക്കൽ ഏതാണെന്ന് കണ്ടുപിടിക്കാനും കഴിയും. ബാറ്ററി ഉണ്ടാക്കാൻ മാത്രമല്ല ഏതൊരു ആവശ്യത്തിനും വേണ്ടിയുള്ള പുതിയ രാസവസ്തുക്കളും ഈ രീതിയിൽ ഉണ്ടാക്കിയെടുക്കാൻ കഴിയും. ഇന്ന് വരെ മരുന്ന് കണ്ടുപിടിക്കാത്ത അസുഖങ്ങൾക്കുള്ള പുതിയ മരുന്നുകളും ഈ രീതിയിൽ കണ്ടുപിടിക്കാൻ കഴിയും. ഈ ഒരു പർപ്പസിന് വേണ്ടി ഇന്നുള്ള കമ്പ്യൂട്ടറുകൾ ഒരു പരിധി വരെ ഉപയോഗിക്കുന്നുണ്ടെങ്കിലും അതിലുപയോഗിക്കുന്നത് അപ്രോക്സിമേറ്റ് മെത്തേഡുകളാണ്. അവയ്ക്ക് കൃത്യത കുറവാണ്. മാത്രമല്ല കൂടുതൽ കോംപ്ലക്സ് മോളിക്യൂൾസ് വരുമ്പോൾ അത് കൈകാര്യം ചെയ്യാൻ നോർമൽ കമ്പ്യൂട്ടേഴ്സിന് കഴിയില്ല. എന്നാൽ ക്വാണ്ടം കമ്പ്യൂട്ടറുകൾക്ക് ഈ ഒരു ടാസ്ക് വളരെ കൃത്യതയോടുകൂടി തന്നെ വളരെ ഈസിയായും ഫാസ്റ്റായും ചെയ്യാൻ കഴിയും.
ഇങ്ങനെ ക്വാണ്ടം കമ്പ്യൂട്ടേഴ്സ് ഉപയോഗിച്ച് വളരെ ഈസി ആയിട്ട് ചെയ്യാൻ കഴിയുന്ന ചില സെലക്റ്റഡ് ടാസ്കുകളുണ്ട്. ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് മേഖലയിലും ഫൈനാൻസ് മേഖലയിലും ലോജിസ്റ്റിക്സ് മേഖലയിലും ഒക്കെ ക്വാണ്ടം കമ്പ്യൂട്ടറുകൾക്ക് ഒരുപാട് ഉപയോഗങ്ങളുണ്ട്. ഇത്തരത്തിൽ ക്വാണ്ടം കമ്പ്യൂട്ടർ ഉപയോഗിച്ച് ഈസി ആയിട്ട് ചെയ്യാൻ കഴിയുന്ന മറ്റൊരു കാര്യമാണ് എൻക്രിപ്ഷൻ ബ്രേക്ക് ചെയ്യുക എന്നുള്ളത്. നമ്മുടെയൊക്കെ പേഴ്സണൽ ഇൻഫർമേഷൻ രഹസ്യമായി വെക്കാൻ ഉപയോഗിക്കുന്ന RSA പോലെയുള്ള ചില എൻക്രിപ്ഷൻ രീതികളെ വളരെ ഈസി ആയിട്ട് ബ്രേക്ക് ചെയ്യാൻ ക്വാണ്ടം കമ്പ്യൂട്ടറുകൾക്ക് കഴിയും. ഇത് പലതരത്തിലുള്ള ആശങ്കകൾക്കും കാരണമായിട്ടുണ്ട്. എന്നാൽ ക്വാണ്ടം കമ്പ്യൂട്ടറുകൾ ഉപയോഗിച്ച് ചെയ്യാവുന്ന പുതിയ എൻക്രിപ്ഷൻ രീതികളെ ബ്രേക്ക് ചെയ്യാൻ ക്വാണ്ടം കമ്പ്യൂട്ടറുകൾക്ക് കഴിയില്ല. അതുകൊണ്ട് തന്നെ എൻക്രിപ്ഷൻ മേഖലയിലും ക്വാണ്ടം കമ്പ്യൂട്ടറുകൾക്ക് ഒരുപാട് ഉപയോഗങ്ങൾ വരാൻ പോകുന്നുണ്ട്. ഈ ഒരു വിഷയത്തെക്കുറിച്ചും മുൻപ് ചെയ്ത വീഡിയോയിൽ വിശദമായിട്ട് പറഞ്ഞിട്ടുണ്ട്. ക്വാണ്ടം കമ്പ്യൂട്ടിങ്ങിലുള്ള പുതിയ കണ്ടുപിടുത്തങ്ങൾ ബിറ്റ്കോയിൻ പോലെയുള്ള ക്രിപ്റ്റോ കറൻസി മേഖലയിലും പുതിയ ആശങ്കകൾക്ക് കാരണമായിട്ടുണ്ട്. ഒന്ന്, ബിറ്റ്കോയിൻ ഉപയോഗിക്കുന്ന എൻക്രിപ്ഷൻ മെത്തേഡ് ബ്രേക്ക് ചെയ്യാൻ ക്വാണ്ടം കമ്പ്യൂട്ടിംഗ് ടെക്നിക്ക് ഉപയോഗിച്ച് കഴിയും. രണ്ട്, ബിറ്റ്കോയിൻ മൈനിങ് താരതമ്യേന ഈസി ആക്കാൻ ക്വാണ്ടം കമ്പ്യൂട്ടിങ്ങിന് കഴിയും. ഇത് ബിറ്റ്കോയിൻ്റെ വാല്യൂ കുറയ്ക്കാൻ സാധ്യതയുണ്ട്. ഇതൊക്കെയാണ് ആശങ്കയ്ക്ക് കാരണം. പക്ഷേ തൽക്കാലത്തേക്ക് ഇതൊന്നും ഒരു പ്രശ്നമായി വരില്ല എന്നുള്ളത് വീഡിയോയുടെ അവസാനത്തിൽ നിങ്ങൾക്ക് മനസ്സിലാവും. ഇനി നമുക്ക് നോക്കാനുള്ളത് ക്വാണ്ടം കമ്പ്യൂട്ടിംഗ് മേഖലയിൽ എന്ത് വഴിത്തിരിവാണ് ഗൂഗിളിൻ്റെ വില്ലോ എന്ന പുതിയ ചിപ്പ് ഉണ്ടാക്കിയത് എന്നുള്ളതാണ്. എക്സ്പ്ലെയിൻ ചെയ്യാൻ കുറച്ച് ബുദ്ധിമുട്ടുള്ള ടോപ്പിക് ആയതുകൊണ്ടായിരിക്കണം വാർത്തകളിലൊന്നും ഇതിനെപ്പറ്റി മെൻഷൻ ചെയ്ത് കാണാഞ്ഞത്. ഇത് എക്സ്പ്ലെയിൻ ചെയ്യാൻ ഞാനൊന്ന് ശ്രമിക്കാം. പക്ഷേ നിങ്ങളുടെ കൂടുതൽ ശ്രദ്ധ ആവശ്യമാണ്. ക്വാണ്ടം മെക്കാനിക്സിലെ സൂപ്പർ പൊസിഷൻ, എൻടാങ്കിൾമെൻറ്റ് എന്നീ പ്രതിഭാസങ്ങൾ ഉപയോഗിച്ചാണ് ക്വാണ്ടം കമ്പ്യൂട്ടർ വർക്ക് ചെയ്യുന്നത്. ഇത്തരം പ്രതിഭാസങ്ങളൊക്കെ വളരെ സെൻസിറ്റീവാണ്. ഒരു എക്സ്റ്റേണൽ മാഗ്നറ്റിക് ഫീൽഡിൻ്റെ രൂപത്തിലോ ടെമ്പറേച്ചർ ഫ്ലക്ച്വേഷൻ്റെ രൂപത്തിലോ ഒരു ചെറിയ വ്യതിയാനം ഉണ്ടായാൽ പോലും ക്യൂബിറ്റ്സിൻ്റെ ക്വാണ്ടം സ്റ്റേറ്റുകളിൽ ഒരു വ്യത്യാസം ഉണ്ടാവും. ഇത് കാൽക്കുലേഷനിൽ എറർ ഉണ്ടാക്കും. ക്വാണ്ടം കമ്പ്യൂട്ടിങ്ങിൽ ഇത്തരം എററുകൾ ഒരിക്കലും ഒഴിവാക്കാൻ കഴിയില്ല. പക്ഷേ എറർ കുറയ്ക്കാനും ഉണ്ടാകുന്ന എററുകൾ അപ്പോൾ കറക്റ്റ് ചെയ്യാനും കഴിയും. അതുകൊണ്ട് എറർ കറക്ഷൻ എന്നത് ക്വാണ്ടം കമ്പ്യൂട്ടിങ്ങിൻ്റെ ഒരു പ്രധാന ഭാഗമാണ്. ഈ എറർ കറക്ഷന് വേണ്ടി ഇന്ന് ഉപയോഗിക്കുന്ന ടെക്നിക്ക് ഒരു ക്യൂബിറ്റിന് പകരം ഒരുപാട് ക്യൂബിറ്റുകൾ ഉപയോഗിക്കുക എന്നുള്ളതാണ്. അതായത് നമുക്ക് ആവശ്യമുള്ള ഡാറ്റ സൂക്ഷിക്കാൻ ഒന്നിൽ കൂടുതൽ ക്യൂബിറ്റുകൾ ഉപയോഗിക്കുക. അങ്ങനെ ചെയ്യുമ്പോൾ എററുകൾ ഉണ്ടായാൽ അത് പെട്ടെന്ന് തന്നെ പരിഹരിക്കാൻ പറ്റും. നമുക്ക് കാൽക്കുലേഷന് ആവശ്യമായ ക്യൂബിറ്റിനെ ലോജിക്കൽ ക്യൂബിറ്റ് എന്നാണ് വിളിക്കുന്നത്. ആ ലോജിക്കൽ ക്യൂബിറ്റിനെ റെപ്രസെൻ്റ് ചെയ്യാൻ ഉപയോഗിക്കുന്ന ആക്ച്വൽ ഹാർഡ്വെയർ ക്യൂബിറ്റുകളെ ഫിസിക്കൽ ക്യൂബിറ്റ് എന്നാണ് വിളിക്കുക. അതായത് 90 ക്യൂബിറ്റ് കപ്പാസിറ്റി ഉള്ള ഒരു ക്വാണ്ടം ചിപ്പ് ഉണ്ടെന്ന് വിചാരിക്കുക. ഈ 90 ക്യൂബിറ്റുകളും ഫിസിക്കൽ ക്യൂബിറ്റാണ്. ക്വാണ്ടം കമ്പ്യൂട്ടറിൽ എറർ വരാൻ ഒരു സാധ്യതയും ഇല്ലെങ്കിൽ ഈ 90 ഫിസിക്കൽ ക്യൂബിറ്റുകളും നമുക്ക് കാൽക്കുലേഷന് വേണ്ടി ഉപയോഗിക്കാം. അപ്പോൾ ഈ 90 ഫിസിക്കൽ ക്യൂബിറ്റുകളെയും 90 ലോജിക്കൽ ക്യൂബിറ്റുകളായിട്ട് തന്നെ കണക്കാക്കാം. പക്ഷേ ക്വാണ്ടം കമ്പ്യൂട്ടിങ്ങിൽ എറർ വരാനുള്ള സാധ്യത കൂടുതലാണ്. ആ എറർ പരിഹരിക്കാൻ വേണ്ടി കാൽക്കുലേഷൻ ഉപയോഗിക്കുന്ന ഓരോ ലോജിക്കൽ ക്യൂബിറ്റും റെപ്രസെൻ്റ് ചെയ്യാൻ 9 ഫിസിക്കൽ ക്യൂബിറ്റ് ഉപയോഗിക്കും എന്ന് വിചാരിക്കാം. അങ്ങനെ വരുമ്പോൾ 90 ഫിസിക്കൽ ക്യൂബിറ്റ് ഉള്ള ഒരു ചിപ്പ് ഉപയോഗിച്ച് 10 ലോജിക്കൽ ക്യൂബിറ്റിൻ്റെ കാൽക്കുലേഷൻസേ നടത്താൻ കഴിയും. എങ്കിലും ഈ മെത്തേഡ് വഴി എറർ കറക്ഷൻ സാധ്യമാവും. ഇതാണ് ഫിസിക്കൽ ക്യൂബിറ്റും ലോജിക്കൽ ക്യൂബിറ്റും തമ്മിലുള്ള വ്യത്യാസം. പക്ഷേ ഇങ്ങനെ ചെയ്യുന്നതിലും ഇന്നലെ വരെ ഒരു പ്രശ്നം ഉണ്ടായിരുന്നു. നമ്മൾ ഉപയോഗിക്കുന്ന ഓരോ ഫിസിക്കൽ ക്യൂബിറ്റിനും എറർ വരാൻ ഒരു സാധ്യതയുണ്ട്. അപ്പോൾ നമ്മൾ ഫിസിക്കൽ ക്യൂബിറ്റിൻ്റെ എണ്ണം കൂട്ടുമ്പോൾ എറർ കറക്ഷന് അത് സഹായകരമാവുമെങ്കിലും എറർ വരാനുള്ള സാധ്യതയും ഒപ്പം കൂടും. അങ്ങനെ വരുമ്പോൾ ക്യൂബിറ്റിൻ്റെ എണ്ണം കൂട്ടുമ്പോൾ എറർ കറക്ഷൻ ഫാസ്റ്റ് ആവുകയാണോ ചെയ്യുന്നത് അതോ കൂടുതൽ എററുകൾ ഉണ്ടാവുകയാണോ ചെയ്യുന്നത് എന്നൊരു പ്രശ്നമുണ്ട്. ഇത്രയും കാലം ക്യൂബിറ്റ്സിൻ്റെ എണ്ണം കൂടുമ്പോൾ എറർ കറക്ഷൻ്റെ സ്പീഡ് കൂടുന്നതിനേക്കാൾ പുതിയ എറർ ഉണ്ടാകുന്ന റേറ്റാണ് കൂടിയിരുന്നത്. അതായത് നമുക്ക് പരിഹരിക്കാൻ കഴിയുന്നതിലും വേഗത്തിലാണ് എററുകൾ കൂടിയിരുന്നത്. ഇതുമൂലം ക്വാണ്ടം കമ്പ്യൂട്ടിങ്ങിന് സ്കെയിലബിലിറ്റി ഉണ്ടായിരുന്നില്ല. അതായത് കൂടുതൽ ക്യൂബിറ്റുകളുള്ള ചിപ്പുകൾ ഉണ്ടാക്കിയാലും അതുകൊണ്ട് കാര്യമായ പ്രയോജനം ഉണ്ടായിരുന്നില്ല. ഇത് ക്വാണ്ടം കമ്പ്യൂട്ടിങ്ങിൻ്റെ ഡെവലപ്മെൻറ്റിന് ഒരു വലിയ തടസ്സമായിരുന്നു. എന്നാൽ പുതിയ വില്ലോ ചിപ്പിൽ ഈ അവസ്ഥയ്ക്ക് ഒരു മാറ്റം വന്നു. ഇതിൽ ക്യൂബിറ്റിൻ്റെ എണ്ണം കൂട്ടുമ്പോൾ എറർ കറക്ഷൻ ഫാസ്റ്റായിട്ട് തന്നെ നടക്കുന്നുണ്ട്. എന്നാൽ പുതിയ എറർ ഉണ്ടാകുന്ന റേറ്റ് കാര്യമായിട്ട് കൂടുന്നില്ല. അതുകൊണ്ട് ക്യൂബിറ്റുകൾ കൂടുമ്പോൾ എററിൻ്റെ റേറ്റ് കുറയുകയാണ് ചെയ്യുന്നത്. അതാണ് വില്ലോ ചിപ്പ് ഉണ്ടാക്കിയ വഴിത്തിരിവ്. ഇതോടുകൂടി 30 വർഷത്തോളമായിട്ട് ക്വാണ്ടം കമ്പ്യൂട്ടിംഗ് ഫേസ് ചെയ്തിരുന്ന ഒരു വലിയ പ്രതിസന്ധിക്ക് പരിഹാരമായി.
ഇനി ഇവിടെ നിന്ന് അങ്ങോട്ട് ഡെവലപ്പ് ചെയ്യുന്ന പുതിയ ചിപ്പുകളിൽ ക്യൂബിറ്റിൻ്റെ എണ്ണം കൂട്ടിയാലും എററിൻ്റെ അളവ് താരതമ്യേന കൂടില്ല. വില്ലോ ചിപ്പ് എന്നത് റിസർച്ചിൻ്റെ ഭാഗമായിട്ടുണ്ടാക്കിയ ഒരു പ്രോട്ടോടൈപ്പ് ചിപ്പാണ്. ക്വാണ്ടം കമ്പ്യൂട്ടിങ്ങുമായി ബന്ധപ്പെട്ട പരീക്ഷണങ്ങൾ നടത്തുക, എന്നിട്ട് അതിൽ നിന്നും കിട്ടുന്ന ഡാറ്റ കൂടുതൽ അഡ്വാൻസ്ഡ് ആയ ചിപ്പുകൾ ഉണ്ടാക്കാൻ വേണ്ടി ഉപയോഗിക്കുക. അതാണ് ഇതിൻ്റെ ലക്ഷ്യം. അല്ലാതെ ഒരു തരത്തിലുള്ള പ്രാക്ടിക്കൽ ആവശ്യത്തിനും അത് ഉപയോഗിക്കാൻ സാധ്യതയില്ല. വില്ലോ ചിപ്പിൻ്റെ കപ്പാസിറ്റി 105 ഫിസിക്കൽ ക്യൂബിറ്റ് ആണെന്നാണ് മനസ്സിലാക്കാൻ കഴിഞ്ഞത്. ഈ 105 ഫിസിക്കൽ ക്യൂബിറ്റ് ഉപയോഗിച്ച് എത്ര ലോജിക്കൽ ക്യൂബിറ്റ് റെപ്രസെൻ്റ് ചെയ്യാൻ കഴിയുമെന്ന് കൃത്യമായിട്ട് വ്യക്തമാക്കിയിട്ടില്ല. നമ്മൾ നേരത്തെ കണ്ട ആവശ്യങ്ങൾക്ക് ക്വാണ്ടം കമ്പ്യൂട്ടറുകൾ ഉപയോഗിച്ച് തുടങ്ങണമെന്നുണ്ടെങ്കിൽ 1000-ൽ കൂടുതൽ ലോജിക്കൽ ക്യൂബിറ്റ് ഉള്ള ചിപ്പുകൾ വേണം. ബിറ്റ് കോയിൻ്റെ എൻക്രിപ്ഷൻ ബ്രേക്ക് ചെയ്യണമെന്നുണ്ടെങ്കിൽ 10 ലക്ഷത്തിൽ കൂടുതൽ ലോജിക്കൽ ക്യൂബിറ്റുകൾ വേണം. ആ അവസ്ഥയിലേക്കൊക്കെ എത്താൻ ഇനിയും ഒരുപാട് സമയമെടുക്കും. അതുകൊണ്ട് ബിറ്റ് കോയിൻ മേഖലയ്ക്ക് തൽക്കാലം ക്വാണ്ടം കമ്പ്യൂട്ടിംഗ് ഒരു ഭീഷണിയല്ല. കൂടുതൽ കപ്പാസിറ്റി ഉള്ള ക്വാണ്ടം ചിപ്പുകൾ വരുന്നതോടുകൂടി നേരത്തെ പറഞ്ഞ ആവശ്യങ്ങൾക്ക് മാത്രമായിരിക്കില്ല ആ ചിപ്പുകൾ ഉപയോഗിക്കുക. ആ ചിപ്പ് ഉപയോഗിച്ച് ചെയ്യാവുന്ന പുതിയ കാര്യങ്ങളും നമ്മൾ കണ്ടുപിടിക്കും. ക്വാണ്ടം കമ്പ്യൂട്ടിങ്ങിൻ്റെ സാധ്യതകൾ ഉപയോഗിച്ച് പ്രവർത്തിക്കുന്ന പുതിയ ടെക്നോളജി ബ്രാഞ്ചുകൾ തന്നെ ഉണ്ടായി എന്ന് വരും. മനുഷ്യരാശിയുടെ ഇതുവരെയുള്ള ചരിത്രം അതാണ് സൂചിപ്പിക്കുന്നത്. ഇനി നമുക്ക് നോക്കാനുള്ളത് ഗൂഗിളിൻ്റെ ഈ വില്ലോ ചിപ്പും പാരലൽ യൂണിവേഴ്സ് എന്ന ആശയവുമായിട്ട് എന്താണ് ബന്ധം എന്നുള്ളതാണ്. ഒരുപാട് കാൽക്കുലേഷൻസ് പാരലലായിട്ട് ചെയ്യുന്നത് കൊണ്ടാണ് വില്ലോ ചിപ്പിന് സാധാരണ കമ്പ്യൂട്ടറുകളെക്കാൾ ഒരുപാട് വേഗത്തിൽ പ്രോബ്ലം സോൾവ് ചെയ്യാൻ കഴിയുന്നത്. ഒരേ സമയം തന്നെ ഒരുപാട് പാരലൽ യൂണിവേഴ്സുകളിൽ പ്രവർത്തിക്കുന്നത് കൊണ്ടാണ് വില്ലോ ചിപ്പിന് ഇത് സാധ്യമാകുന്നത് എന്നാണ് ഈ വിഷയവുമായി ബന്ധപ്പെട്ട് പറഞ്ഞു കേട്ട ഒരു വിശദീകരണം. ഈ ചിപ്പ് ഒരുപാട് കാൽക്കുലേഷൻസ് പാരലലായിട്ട് ചെയ്യുന്നുണ്ട് എന്നത് ശരി തന്നെയാണ്. പക്ഷേ അത് വില്ലോ ചിപ്പിൻ്റെ മാത്രം പ്രത്യേകതയല്ല. എല്ലാ ക്വാണ്ടം ചിപ്പുകളും അങ്ങനെ തന്നെയാണ് പ്രവർത്തിക്കുന്നത്. ക്യൂബിറ്റ്സിൻ്റെ സൂപ്പർ പൊസിഷൻ എന്ന അവസ്ഥ ഉപയോഗിച്ചാണ് ഇത് സാധ്യമാകുന്നത്. പക്ഷേ അത് പാരലൽ യൂണിവേഴ്സ് ഉണ്ട് എന്നതിന് ഒരു തെളിവായിട്ട് എടുക്കാൻ സാധിക്കില്ല എന്നാണ് മിക്ക സയൻറ്റിസ്റ്റുകളുടെയും അഭിപ്രായം. ക്വാണ്ടം മെക്കാനിക്സ് എന്നത് കൂടുതലും മാത്തമാറ്റിക്സിനെ അടിസ്ഥാനപ്പെടുത്തിക്കൊണ്ടുള്ള വിഷയമാണ്. അതിലെ കണക്കുകൾക്ക് ഒരു ഫിസിക്കൽ മീനിങ് കൊടുക്കാൻ പലരും ശ്രമിച്ചിട്ടുണ്ട്. അതിൻ്റെ ഫലമായിട്ട് ക്വാണ്ടം മെക്കാനിക്സിന് പല ഇൻ്റർപ്രിട്ടേഷൻസും ഉണ്ട്. അതിലൊന്നാണ് മെനി വേൾഡ് ഇൻ്റർപ്രിട്ടേഷൻ. അതിനെക്കുറിച്ച് ഒരു ഡീറ്റെയിൽഡ് വീഡിയോ മുമ്പ് ചെയ്തിട്ടുണ്ട്. അതനുസരിച്ച് ക്വാണ്ടം കമ്പ്യൂട്ടിംഗ് മാത്രമല്ല, വേറെ പല ക്വാണ്ടം പ്രതിഭാസങ്ങളും പാരലൽ യൂണിവേഴ്സിലാണ് നടക്കുന്നത് എന്ന് വാദിക്കാൻ കഴിയും. ഉദാഹരണത്തിന് ഡബിൾ സ്ലിറ്റ് എക്സ്പെരിമെൻ്റ് നടത്തുമ്പോൾ ഇലക്ട്രോൺ ഇടത്തെ സ്ലിറ്റിലൂടെയാണ് കടന്നുപോയത് എന്നാണ് നമ്മൾ ഡിറ്റക്റ്റ് ചെയ്തത് എങ്കിൽ അതേ ഇലക്ട്രോൺ വലത്തെ സ്ലിറ്റിലൂടെ കടന്നുപോയ മറ്റൊരു ലോകമുണ്ട് എന്ന് വേണമെങ്കിൽ വാദിക്കാം. ഷ്രോഡിംഗറിൻ്റെ പൂച്ച നമ്മുടെ ലോകത്ത് ചത്തുപോയെങ്കിൽ മറ്റൊരു ലോകത്ത് അത് ജീവിച്ചിരിപ്പുണ്ട് എന്ന് വേണമെങ്കിൽ വാദിക്കാം. അങ്ങനെ ക്വാണ്ടം മെക്കാനിക്സിലെ ഓരോ പ്രതിഭാസത്തിനും മെനി വേൾഡ് ഇൻ്റർപ്രിട്ടേഷനിൽ ഒരു വിശദീകരണം ഉണ്ട്. പക്ഷേ അതിനൊന്നും ഒരു തെളിവ് നൽകാൻ സാധിക്കില്ല. അതുപോലെ തന്നെ വില്ലോ ചിപ്പ് ഫാസ്റ്റായിട്ട് കാൽക്കുലേഷൻസ് ചെയ്യുന്നതിന് ക്വാണ്ടം മെക്കാനിക്സിൽ അതിൻ്റേതായ കാരണങ്ങളുണ്ട്. അത് വിശദീകരിക്കാൻ പാരലൽ യൂണിവേഴ്സിൻ്റെ ആവശ്യം വരുന്നില്ല. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ അത് ലൈക്കും ഷെയറും ചെയ്യുക. ഇതുപോലുള്ള കൂടുതൽ വീഡിയോകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുകയും ബെൽ ഐക്കൺ എനേബിൾ ചെയ്യുകയും ചെയ്യുക. ഓർക്കുക, ഒരറിവും ചെറുതല്ല. അറിഞ്ഞിട്ടിപ്പോൾ എന്താ ഗുണം എന്ന ചോദ്യത്തിന് പ്രസക്തിയില്ല. അറിവ് അറിവിൽ തന്നെ പൂർണ്ണമാണ്. താങ്ക് യു.